ജാതി തിരിച്ചുള്ള സെൻസസ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും എക്കാലവും സാമൂഹിക നീതിക്കായി നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനമെന്ന നിലയിൽ NSS ഇതിനെതിരായി സ്വീകരിച്ച നടപടി സ്വാഗതാർഹമാണെന്നും വൈക്കം താലൂക്ക് NSS യൂണിയൻ ചെയർമാൻ PGM നായർ കാരിക്കോട് പറഞ്ഞു. വൈക്കം താലൂക്ക് നായർ മഹാസമ്മേളനത്തിലുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 സെപ്റ്റംബർ മാസം 13-ാം തീയതി വൈക്കം താലൂക്ക് നായർ മഹാസമ്മേളനം നടക്കുകയാണ്. താലൂക്കിലെ 97 കരയോഗങ്ങളിലുമുള്ള 10,000-കണക്കായ സമുദായ അംഗങ്ങൾ വൈക്കത്ത് ഒത്തുചേരുന്ന ഒരു സുദിനമാണെന്ന്. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ അതിനിർണായകമായ പോരാട്ടങ്ങൾക്കും നിർണായകമായ വികസന കാര്യങ്ങളിൽ നിർണായകമായ സ്വാധീനവും ചെലുത്തിയിട്ടുള്ള മഹാപ്രസ്ഥാനമാണ് NSS എന്നെല്ലാവർക്കും അറിയാം. ആ NSSൻ്റെ കാലിക പ്രസക്തി ഓരോ കാലഘട്ടം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. 111-ാം വർഷത്തിലേക്ക് എത്തിച്ചേർന്ന നായർ സർവീസ് സൊസൈറ്റി ഇന്നും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 13-ന് നടക്കുന്ന സമ്മേളനത്തിൽ താലൂക്കിലെ 97 കരയോഗങ്ങളിൽ നിന്നായി 10,000-കണക്കിന് സമുദായ അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. യൂണിയൻ വൈസ് ചെയർമാൻ P. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഖിൽ ആർ നായർ, അഡീഷണൽ ഇൻസ്പെക്ടർ S. മുരുകേഷ്, നാരായണൻ നായർ, PS വേണുഗോപാൽ, K. അജിത്ത്, B. അനിൽകുമാർ, PN രാധാകൃഷ്ണൻ, പ്രദീപ് കുമാർ PG തുടങ്ങിയവർ പ്രസംഗിച്ചു. ഐഫോറിയ ന്യൂസ്, ഏറ്റുമാനൂർ.